GM ന്യൂസ് തിരുവനന്തപുരം ഡെയിലി വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ നിസ്സൽ. ഇന്നത്തെ പ്രധാന വാർത്താ ഹെഡ്ലൈൻസ്. ഡോക്ടർ ജെയ്സൺ തോമസ് ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറായി നിയമിതനായി. IPC തിരുവനന്തപുരം മേഖലാ സഹോദരി സമാജം മുൻ ഭരണസമിതിയിലെ ട്രഷറർ വൻ സാമ്പത്തിക വെട്ടിപ്പ് നടത്തിയതായി ആരോപണമുയരുന്നു. വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ PYPAയോട് ചേർന്ന താബോർ സെക്രട്ടറി ബിനു വി ജോർജ്. ബോബി തോമസിന്റെ മാതാവ് തലപ്പാടി മമ്മൂട്ടിൽ കുഞ്ഞുഞ്ഞമ്മ തോമസ് നിര്യാതയായി. ആലപ്പുഴ പാസ്റ്റർ സ്റ്റീഫന്റെ സംസ്കാരം വ്യാഴാഴ്ച. വാർത്തകൾ വിശദമായി. മുളക്കുഴ ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറായി ഡോക്ടർ ജെയ്സൺ തോമസ് നിയമിതനായി. ഇന്ന് മുളക്കുഴയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ വൈ റെജി ഔദ്യോഗികമായി നിയമന വിവരം റവറന്റ് CC തോമസ് ചർച്ച് ഓഫ് ഗോഡ് സൗത്ത് ഏഷ്യൻ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ അറിയിച്ചു. ഡോക്ടർ ജെയ്സൺ തോമസ് ഇന്ത്യയിലും ദക്ഷിണേഷ്യയിലും 3.5 പതിറ്റാണ്ടിലേറെയായി വേദശാസ്ത്ര അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വരുന്നു. 2005 മുതൽ 2008 വരെ ഇന്ത്യ ക്രിസ്ത്യൻ അസംബ്ലി ബെൽഫാസ്റ്റ് UKയുടെ സീനിയർ പാസ്റ്ററായിരുന്നു. ചിങ്ങവനം ചർച്ച് ഓഫ് ഗോഡിന്റെ സജീവ അംഗമായ ഡോക്ടർ ജെയ്സൺ തോമസ് UKയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് തിയോളജി, ക്യൂൻസ് യൂണിവേഴ്സിറ്റി ഓഫ് ബെൽഫാസ്റ്റ് UKയിൽ നിന്നും ഡോക്ടർ ഓഫ് ഫിലോസഫി എന്നിവ നേടി. ആസ്ബറി തിയോളജിക്കൽ സെമിനാരി USAയിൽ നിന്ന്, ഫുള്ളർ തിയോളജിക്കൽ സെമിനാരി USAയിൽ നിന്ന് 2 പോസ്റ്റ് ഡോക്ടർ റീഡിങ്ങുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഡോക്ടർ ജെയ്സൺ തോമസ് ദീർഘവർഷങ്ങൾ പായിപ്പടി ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയുടെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചു. നിലവിൽ ഡോക്ടർ ജെയ്സൺ തോമസ് യുണൈറ്റഡ് വേൾഡ് മിഷൻ മെസ്സ ഗ്ലോബലിന്റെ സൗത്ത് ഏഷ്യ റീജിയണൽ ഡയറക്ടറും വേദശാസ്ത്ര വിദ്യാഭ്യാസ കൺസൾട്ടന്റുമായി പ്രവർത്തിക്കുന്നു. കൂടാതെ ഏഷ്യ തിയോളജിക്കൽ അസോസിയേഷന്റെ കൺസൾട്ടന്റായും അക്രഡിറ്റേഷൻ ഇവാലുവേഷൻ ടീമിലെ അംഗമായും സേവനമനുഷ്ഠിക്കുന്നു. ദക്ഷിണേഷ്യയിൽ മെസ്സ ഗ്ലോബലിൽ ദൈവശാസ്ത്ര വിദ്യാഭ്യാസ ഉപദേഷ്ടാവായും ATയുടെ കമ്മീഷൻ ഫോർ അക്രഡിറ്റേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ് അംഗമായും സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ജെസ്സി ജെയ്സണാണ് ഭാര്യ. മക്കൾ എബ്രഹാം ജെയ്സൺ, ഭാര്യ ഷെറിൻ, അഖിൽ ജെയ്സൺ, ഭാര്യ കൃപ. IPC തിരുവനന്തപുരം മേഖല വിമൻസ് ഫെലോഷിപ്പ് മുൻ ഭരണസമിതിയിൽ വലിയ സാമ്പത്തിക അഴിമതിയും അവിശ്വാസവും നടന്നതായി വെളിപ്പെടൽ. 7 വർഷത്തോളം നിലനിന്ന കാലാവധി കഴിഞ്ഞ് ഭരണസമിതിയെ പിരിച്ചുവിട്ടു. പ്രസിഡന്റ് സിസ്റ്റർ മേഴ്സി ഡാനിയലിന്റെ അധ്യക്ഷതയിൽ കഴിഞ്ഞ 22-ന് വട്ടപ്പാറ IPC ഹെബ്രോൺ ഹാളിൽ വെച്ച് കൂടിയ ജനറൽ ബോഡിയിൽ വെച്ച് സിസ്റ്റർ റോസമ്മ ജെയിംസ് പ്രസിഡന്റായ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തിരുന്നു. IPC ഭരണഘടന പ്രകാരം തികച്ച സത്യസന്ധമായ തിരഞ്ഞെടുപ്പായിരുന്നു 22-ന് നടന്നത്. തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് IPC സ്റ്റേറ്റ് ഭരണസമിതിക്ക് സമർപ്പിക്കുകയും പുതിയ ഭരണസമിതിയെ സ്റ്റേറ്റ് ഭരണസമിതി അംഗീകരിക്കുകയും സ്റ്റേറ്റ് മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്തതായി അറിയുന്നു. 22-ന് നടന്ന വിമൺ ഫെലോഷിപ്പ് ജനറൽ ബോഡിയിൽ 77 പേർ പങ്കെടുക്കാനുള്ളതിൽ 57 പേർ പങ്കെടുത്തിരുന്നു. എന്നാൽ മുൻ ഭരണസമിതി പ്രസിഡന്റും സെക്രട്ടറിയും ഒഴികെ ബാക്കി എക്സിക്യൂട്ടീവ്സ് ആരും പങ്കെടുത്തില്ല എന്നാണ് അറിവ്. മുൻ ട്രഷറർ അടക്കം ജനറൽ ബോഡിയിൽ പങ്കെടുക്കാതിരിക്കുന്നത് വൻ സാമ്പത്തിക ക്രമക്കേടുകളും സാമ്പത്തിക തട്ടിപ്പും കാരണമായിട്ടാണെന്ന് പരക്കെ സംസാരമുയരുന്നു. ഓഗസ്റ്റ് 22-ന് നടന്ന സഹോദരി സമാജം ജനറൽ ബോഡിയിൽ മുൻ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൻ പ്രകാരം സിസ്റ്റർ ലീലാമ്മ ജോൺസൺ ട്രഷറർ ആയിരിക്കെ 6,90,619 രൂപ വരവും 6,60,590 രൂപ ചെലവും 30,029 രൂപ ബാക്കി ഉള്ളതായും കാണുന്നു. നിയമപ്രകാരം ബാക്കി തുകയും രസീത് ബുക്കും വരവ് ചെലവ് എഴുതിയ കണക്ക് ബുക്കും ജനറൽ ബോഡിയിൽ വെച്ച് പുതിയ ഭരണസമിതിക്ക് കൈമാറേണ്ടതാണ്. മുൻ പ്രസിഡന്റ് സെക്രട്ടറിയും റെക്കോർഡുകളും തിരികെ കൊടുക്കുവാൻ ഏൽപ്പിച്ചത് ട്രഷറർ കൈയടക്കി വച്ചിരിക്കുകയാണെന്നാണ് വാസ്തവം. ജനറൽ ബോഡിക്ക് പങ്കെടുക്കാതെ റെക്കോർഡുകളും ബാക്കി തുകയും ഇതുവരെയായിട്ടും പുതിയ ഭരണസമിതിക്ക് കൈമാറിയിട്ടില്ല. ഈ പ്രവണത തികച്ചും നിയമവിരുദ്ധവും വിശ്വാസവഞ്ചനയും സാമ്പത്തിക തട്ടിപ്പുമാണെന്ന് വിശ്വാസ സമൂഹം പറയുന്നു. സാമ്പത്തിക തട്ടിപ്പ് IPC ഭരണഘടന പ്രകാരം വലിയ തെറ്റാണ്. ഇവരുടെ പേരിൽ സ്റ്റേറ്റ് ഭരണസമിതി നടപടിയെടുക്കേണ്ടതാണ്. തിരുവനന്തപുരം മേഖലയിലെ പുതിയ വിമൻസ് ഫെലോഷിപ്പ് നേതൃത്വം കഴിഞ്ഞ ദിവസം കൂടിയ എക്സിക്യൂട്ടീവ് യോഗ പ്രകാരം മുൻ ട്രഷറർക്കും കൂടെ ഉള്ളവർക്കും ഇവരുടെ സെൻട്രൽ പാസ്റ്റർമാർക്കും മേഖലയുടെ ബാലൻസ് തുകയും റെക്കോർഡുകളും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് നൽകിയിരുന്നു. ധിക്കാരപരമായ സമീപനമാണ് ട്രഷററിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഞങ്ങൾ 4 പേർ ആലോചിക്കട്ടെ എന്നായിരുന്നു ആദ്യ മറുപടി. ശേഷം കത്തിന്റെ മറുപടിയിൽ കേരള സ്റ്റേറ്റ് വിമൺ ഫെലോഷിപ്പ് ഭാരവാഹികൾ മുഴുവൻ പേരും ഒപ്പിട്ട നിവേദനം, എന്നാൽ തുക അവരെ ഏൽപ്പിക്കാമെന്നാണ് മുൻ ട്രഷററിന്റെ വാദം. ഇത് എന്തു നിയമം, എന്തു നീതി?
തിരുവനന്തപുരം മേഖലയിലെ പാവപ്പെട്ട സഹോദരിമാരുടെ സ്തോത്ര കാഴ്ചയാണ്. മുൻ ട്രഷറർ കൈവശപ്പെടുത്തിയത് പുതിയ ഭരണസമിതിയെ അംഗീകരിച്ചിട്ടില്ല എന്ന വ്യാജ പ്രചരണവും തട്ടിവിടുന്നുണ്ട് ഇക്കൂട്ടർ. വയനാട് സഹജീവികളുടെ കണ്ണീരൊപ്പി കൈപിടിച്ചുയർത്തുന്ന PYPA പ്രവർത്തനങ്ങൾ മഹത്തരമാണെന്ന് IPC ജനറൽ കൗൺസിൽ മെമ്പർ കുര്യൻ മാത്യു പറഞ്ഞു. ഓഗസ്റ്റ് 30 സ്ഥാപക ദിനത്തിൽ PYPA സംസ്ഥാന ഘടകത്തിന്റെ നേതൃത്വത്തിൽ നടന്ന വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ 2ാം ഘട്ട ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബദ്ധതയോടെ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെ അതിജീവിക്കാൻ സഹായിക്കുന്ന 77 വർഷങ്ങൾ പിന്നിടുന്ന പെന്തക്കോസ്ത് യുവജന സംഘടനയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സന്ദീപ് വിളമ്പുകണ്ടം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന PYPAയ്ക്ക് IPC കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗവും തിരുവനന്തപുരം IPC താബോർ സഭാ സെക്രട്ടറിയുമായ ബിനു വി ജോർജ് നൽകിയ 1 ലക്ഷം രൂപയുടെ അമുൽ പാലുൽപ്പന്നങ്ങളുടെ വിതരണമാണ് ചെയ്തത്. ഉരുൾപൊട്ടിയ ചൂരൽമല മേഖലയിലെ 300-ലധികം വീടുകളിൽ ജില്ലാ PYPA പ്രവർത്തകർ നേരിട്ടെത്തി പാലുൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുകയായിരുന്നു. കോട്ടയം IPC കേരള സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ ബോബി തോമസിന്റെ മാതാവ് തലപ്പാടി മമ്മൂട്ടിൽ KT തോമസിന്റെ സഹധർമ്മിണി കുഞ്ഞുഞ്ഞമ്മ തോമസ് നിര്യാതയായി. IPC കോട്ടയം സൗത്ത് സെൻട്രൽ ശാലയം തലപ്പാടി സഭാംഗമാണ്. പരേതനായ പാസ്റ്റർ AT ജോർജ് ഭർത്തൃ സഹോദരനാണ്. സംസ്കാരം പിന്നീട്. പത്തിയൂർ IPC ആലപ്പുഴ വെസ്റ്റ് ഡിസ്ട്രിക്ട് മിനിസ്റ്ററും IPC പെനിയൽ പള്ളിച്ചിറ സഭാ ശുശ്രൂഷകനുമായിരുന്ന പത്തിയൂർ ബെത്ലഹേം വീട്ടിൽ പാസ്റ്റർ N സ്റ്റീഫന്റെ സംസ്കാര ശുശ്രൂഷ 5-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9-ന് IPC പത്തിയൂർ സഭയിൽ ആരംഭിച്ച ശേഷം സംസ്കാരം ഉച്ചയ്ക്ക് 1 മണിക്ക് കാർത്തികപ്പള്ളി സെമിത്തേരിയിൽ നടത്തപ്പെടും. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആശ്വാസത്തിനായി അഭ്യർത്ഥന. ഭാര്യ ഉഷ, മക്കൾ LC, എബി സ്റ്റീഫൻ, മരുമക്കൾ ജീമോൻ, ഫേബ. വാർത്തകൾ ചുരുക്കത്തിൽ. ഡോക്ടർ ജെയ്സൺ തോമസ് ചച്ചവോഡ് ഇന്ത്യ കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടറായി നിയമിതനായി. IPC തിരുവനന്തപുരം മേഖലാ സഹോദരി സമാജം മുൻ ഭരണസമിതിയിലെ ട്രഷറർ വൻ സാമ്പത്തിക വെട്ടിപ്പ് നടത്തിയതായി ആരോപണമുയരുന്നു. വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ PYPAയോട് ചേർന്ന് താബോർ സെക്രട്ടറി ബിനു വി ജോർജ്. ബോബി തോമസിന്റെ മാതാവ് തലപ്പാടി മമ്മൂട്ടിൽ കുഞ്ഞുഞ്ഞമ്മ തോമസ് നിര്യാതയായി. ആലപ്പുഴ പാസ്റ്റർ N സ്റ്റീഫന്റെ സംസ്കാരം വ്യാഴാഴ്ച. ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും വരാം. നന്ദി, നമസ്കാരം.